കോട്ടയം ഏറ്റുമാനൂരിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് പിടികൂടി. ജി ശ്രീത്ത് അല്പസമയത്തിനകം വിവരങ്ങൾ പങ്കുവെക്കും. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. മാഞ്ഞൂർ സ്വദേശിയാണ്. 3 മക്കളുണ്ട്, ഭാര്യയും 3 മക്കളുമുണ്ട് ശ്യാമിന്. അതിദാരുണമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് പോലീസുകാരനെ തന്നെ ഇത്തരത്തിൽ അപായപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ശ്രീത്ത് എന്താണ് സംഭവിച്ചത്? തട്ടുകടയിൽ സംഘർഷമുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രകോപനം എന്തായിരുന്നു? കൊലപാതകത്തിന് വേണ്ടി ബോധപൂർവം അങ്ങനെ ചെയ്തോ എന്നത് വ്യക്തമല്ല. പക്ഷെ അവിടെ ഒരു അടിപിടി ഉണ്ടാകുന്നു. ആ അടിപിടിയുള്ള സ്ഥലത്തേക്കാണ് ജോലി കഴിഞ്ഞ് പോയ ഈ ശ്യാമ് എത്തുന്നത്. അവിടെ എത്തിയ ശേഷം അപ്പോൾ തന്നെ കടയിലുള്ള ഇയാൾ പോലീസുകാരനാണ്. പോലീസുകാരൻ്റെ സഹായം തേടുകയാണ് ചെയ്തത്. അതോടുകൂടി പോലീസുകാരന് നേരെ ഈ അക്രമി തിരിഞ്ഞു എന്നുള്ളതാണ്. അയാളെ പലതരത്തിൽ അയാളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. അയാളെ ആക്രമിക്കുന്നു. നിലത്ത് വീണ ഈ ശ്യാമിൻ്റെ നെഞ്ചിൽ ചവിട്ടുകയാണ് ചെയ്തത്. തുടർന്ന് ഉടൻ തന്നെ അതുവഴി ഒരു കൺട്രോൾ ഈ പോലീസിന്റെ പെട്രോളിംഗ് വാഹനം പോയിരുന്നു. ഈ വാഹനം തടഞ്ഞതും ശ്യാം തന്നെയാണ്. തടഞ്ഞു നിർത്തി ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി അറിയിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് ഈ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൽ നിന്നിറങ്ങിയ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ഇയാൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ട്, അതായത് ഓടി രക്ഷപ്പെടുന്ന വഴിയെ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പിടികൂടി തിരിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് ഇയാളെ എത്തിച്ച സമയത്ത് ഈ വാഹനത്തിലിരിക്കുകയായിരുന്നു ശ്യാം. പക്ഷേ ശ്യാം അപ്പോഴേക്കും കുഴഞ്ഞു വീണിരുന്നു. തൊട്ടടുത്ത ആശുപത്രിയാണുള്ളത്. കാരിത്താസ് ആശുപത്രിയുടെ വാതുക്കൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ നെഞ്ചിന് വളരെ കാര്യമായി ചവിട്ടേറ്റിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചില പ്രാഥമികമായ വിലയിരുത്തലുകളും മറ്റുമുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. രാവിലെ കാരിത്താസ് ആശുപത്രിയിൽ തന്നെയാണ് ശ്യാമിന്റെ മൃതദേഹമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ആണ് പ്രതിയെ കൊണ്ടുവന്നത്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ക്രൈം നടക്കുന്നത്. എന്തായാലും പ്രതിയെ വൈകാതെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം പുറത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. കോട്ടയത്താണ് ഈ സംഭവം, അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. പ്രതി ഏതായാലും പോലീസിന്റെ പിടിയിലാണ്.